ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പരിപ്പും ഫ്ലവറും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താവുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. ഫ്ലവർ ഇപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വൃത്തിയാക്കി ഇട്ടാനായിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വാര വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം കേട്ടോ, കയ്യിലുണ്ട് എങ്കിൽ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഫെന്നൽ സീഡും കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ചുരുങ്ങിയത് 10 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഫ്ലവറിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന സമയത്ത് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും അതേ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലവർ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ ഒരു സബോള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പരിപ്പ് വേവാനിടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകം ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 2 വിസിലിട്ട് എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങയും അതുപോലെ തന്നെ കുമ്പളങ്ങയും അതുപോലെ തന്നെ 4 വെണ്ടയ്ക്കയും കൂടെ തന്നെ 2 ക്യാരറ്റും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് മീഡിയം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയും കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 മുരിങ്ങക്കായ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചേനയോ മത്തങ്ങയോ അതുപോലെ തന്നെ വാഴയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി കുറച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കറിക്ക് ഒരുപാട് കളർ കൂടിപ്പോവുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ഫ്ലവർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഫ്ലവർ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് സാമ്പാർ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ ലെമൺ സൈസ് അളവിൽ ഒരു പുളി സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തയ്യാറാക്കുന്നത് ഈസി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
വെണ്ടയ്ക്ക വാട്ടിയെടുക്കാനായിട്ട് ഇതുപോലൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് വാടി വന്നാൽ നമുക്ക് ഈ സാമ്പാറിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഉള്ളി ഒന്ന് വാടി വന്നാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പൊടി ഒന്ന് എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. പൊടിയൊന്ന് നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്കത് സാമ്പാറിലേക്കായിട്ട് താളിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാർ കഴിക്കാനായിട്ട്. ഒരുപാട് കട്ടിയില്ലാത്ത നല്ല കഴിക്കാൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തോടാവുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്